സർവകലാശാല VC നിയമനത്തിൽ ഗവർണർ നിയമോപദേശം തേടിയിട്ടില്ലെന്നും നിയമോപദേശം നൽകിയത് സർക്കാരിനാണെന്നും അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മർദ്ദം മൂലമാണ് വൈസ് ചാൻസലറുടെ നിയമനത്തിൽ താൻ ഒപ്പിട്ടതെന്ന് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ AGയുടെ നിയമോപദേശം സ്വീകരിച്ച ശേഷമാണ് ഗവർണർ ഒപ്പിട്ടത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ സാഹചര്യത്തിലാണ് AG ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയത്. സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒപ്പിടേണ്ട ആളല്ല ചാൻസലർ കൂടിയായ ഗവർണർ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാലടി സർവകലാശാലയിൽ ഒരു പേര് മതി എന്ന് പറഞ്ഞത് ഗവർണർ തന്നെയാണ്. ഇപ്പോൾ മാറ്റിപ്പറയുന്ന ഗവർണറുടെ നീക്കം ദുരൂഹമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമ്മർദ്ദത്തിന് വഴങ്ങി നിയമനത്തിൽ ഒപ്പിട്ട ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കണ്ണൂർ VC നിയമനത്തിൽ ഗവർണർ ഒപ്പിടാൻ പാടില്ലായിരുന്നു. സർവകലാശാലകൾ CPM സെന്ററുകളാക്കി മാറ്റുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വിശ്വസുന്ദരി പട്ടം ചൂടി മറ്റൊരു ഇന്ത്യക്കാരി കൂടി ലോകത്തിന്റെ നെറുകയിലെത്തി. പഞ്ചാബ് സ്വദേശിനിയായ ഹർനാസ് സന്ധുവാണ് 2021 വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത്. ഇസ്രായേലിലെ എലിയറ്റിൽ നടന്ന മത്സരത്തിൽ എല്ലാ റൗണ്ടുകളിലും മികച്ച പ്രകടനം നടത്തിയാണ് ഹർനാസ് സന്ധു വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത്. 21 വർഷത്തിന് ശേഷമാണ് വിശ്വസുന്ദരി കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. 2000 ലാറ ദത്തയായിരുന്നു വിശ്വസുന്ദരി കിരീടം ചൂടിയ അവസാനത്തെ ഇന്ത്യക്കാരി. 9 കൂടുതൽ സിം കാർഡുകൾ കൈവശമുള്ള എല്ലാ ഉപഭോക്താക്കളുടെയും സിം കാർഡ് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിനോടാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉപയോക്താക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന 9 നമ്പറുകൾ തിരഞ്ഞെടുക്കാം. മറ്റുള്ളവ നിർത്തേണ്ടതായി വരും. അതേസമയം ജമ്മു കാശ്മീർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കഴിയുന്നവർക്ക് 6 സിം കാർഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ അനുവാദം നൽകുകയുള്ളൂ. സഹകരണ സംഘങ്ങളെ ബാങ്കുകളെന്ന് വിളിക്കാനാവില്ല എന്ന RBI നിലപാട് ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ കേരളം ഉന്നയിച്ച കാര്യം RBI തള്ളിയതാണെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വ്യക്തമാക്കി. സഹകരണ സംഘങ്ങൾക്ക് RBI കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ ധനമന്ത്രാലയം ശരിവെക്കുകയും ചെയ്തു. റിസർവ് ബാങ്കിന്റെ നീക്കം ജനങ്ങളിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതാണെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരളം RBIക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ കൂടുതൽ കോവിഡ് കേസുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി P രാജീവ് അറിയിച്ചു. നെടുമ്പാശ്ശേരിയിൽ മാത്രം ഹൈറിസ്ക് കാറ്റഗറി രാജ്യങ്ങളിൽ നിന്ന് വന്ന 4408 പേരുണ്ട്. ഇവരിൽ 10 പേരാണ് 2 ദിവസത്തിനുള്ളിൽ പോസിറ്റീവായത്. വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന നടത്തി ഫലം വന്ന ശേഷം മാത്രമേ വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാർക്ക് പുറത്തിറങ്ങാനാവൂ. പരിശോധനാ ഫലം പരമാവധി 3 മണിക്കൂറിനുള്ളിൽ ലഭിക്കും. തുറമുഖങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി രാജീവ് അറിയിച്ചു.